കായംകുളം താലൂക്ക് ആശുപത്രി ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് മുമ്പ് പണമടയ്ക്കണം എന്നുള്ള അധികൃതരുടെ തീരുമാനം പിൻവലിക്കണമെന്നും ബില്ലടയ്ക്കുന്നത് അത്യാഹിത വിഭാഗത്തിലെ കൗണ്ടറിൽ നിന്നും മാറ്റി ലാബിൽ തന്നെ ബില്ലടയ്ക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും ഡോക്ടർമാരുടെ കുറവ് ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ലബോറട്ടറിയിലെ ക്രമീകരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന സീഡിനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സമരം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി പണമടയ്ക്കണമെന്നുള്ള ആശുപത്രി അധികൃതരുടെ തീരുമാനം പിൻവലിക്കണമെന്നും ബില്ലടയ്ക്കുന്നത് കാഷ്വാലിറ്റിയിലെ കൗണ്ടറിൽ നിന്നും മാറ്റി ലാബിൽ തന്നെ ബില്ലടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും ആശുപത്രി കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ കുറവ് ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഇവിടെ വരുന്ന രോഗികൾക്കും മറ്റാളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമീപനം. കൃത്യമായി കായംകുളം മുനിസിപ്പാലിറ്റിയും MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ വിഷയത്തിൽ, ഡോക്ടർമാരുടെ കുറവിൻ്റെ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക രോഗികളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് കായംകുളത്തെ ലാബ്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് അദ്ദേഹത്തിന് ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷം മാത്രമേ അവരുടെ ബ്ലഡ് സാമ്പിൾ പോലും കളക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് യൂത്ത് കോൺഗ്രസ് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇന്ന് കായംകുളത്തെ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. ഇതിനകത്തൊരു കാര്യം വ്യക്തമായി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തെ മുനിസിപ്പാലിറ്റി 2 ഡോക്ടർമാരെ മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട 2 ഡോക്ടർമാരുടെയും ഇവിടെ കുറവുണ്ട്. അപ്പോൾ ആ കുറവ് ഉൾപ്പെടെ നികത്തണം, അതിലേക്ക് ഡോക്ടർമാരെ നിയമിക്കണം. കൃത്യമായി സർക്കാർ സംവിധാനം ഇതിനകത്ത് ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. കായംകുളത്തിന്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന കായംകുളം താലൂക്ക് ആശുപത്രി ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. വൈകുന്നേരം, പ്രത്യേകിച്ച് മഴക്കാലങ്ങളായതുകൊണ്ട് തന്നെ ഡെങ്കി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ വൈകുന്നേരത്തിന് ശേഷം OP കഴിഞ്ഞുള്ള സമയത്തിന് ശേഷം 2 ഡോക്ടർമാരുടെ ലഭ്യത ഉണ്ടാകേണ്ടിടത്ത് നിരന്തരമായ ദിവസങ്ങളിൽ 1 ഡോക്ടറുടെ സേവനം മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നത്. ഈ ഡോക്ടർമാരെ അടിയന്തരമായി വെക്കുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ വന്നിട്ടുള്ളത്. സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടുമ്പോഴും അദ്ദേഹം പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും അധികം ഉത്തരവാദിത്തം കാണിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതിഷേധമുണ്ടാകും. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും, താലൂക്ക് ആശുപത്രിയിലെ എല്ലാ മേഖലയിലും കൃത്യമായ തരത്തിൽ അവഗണനാപരമായ കാര്യങ്ങളാണ് ഇവിടെ വരുന്ന രോഗികളോടുണ്ടാകുന്നത്. അത് ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നതാണെങ്കിലും എക്സ്റേ എടുക്കാൻ വരുന്നതാണെങ്കിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും രോഗികൾക്ക് ഒരു ആശുപത്രിയിൽ വരുമ്പോൾ സേവനം കിട്ടുന്നതിനപ്പുറത്തേക്ക് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് അവർ എത്തിച്ചേർന്നാൽ അവർക്ക് ദുരിതം മാത്രം സമ്മാനിച്ചാണ് ഇവിടെ നിന്നും പോകാൻ കഴിയുന്നത്. അതിനെതിരായിട്ട് ലാബ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണം രോഗികളെ വലയ്ക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സീഡിനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയത്. ഉപരോധ സമരത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലാബിൽ ബില്ലടയ്ക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്താമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പു നൽകി. ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി. ലാബിലെ വരുന്ന രോഗികൾക്ക് അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് ബില്ല് അടച്ചതിന് ശേഷം മാത്രമേ ബ്ലഡ് സാമ്പിൾ എടുക്കുകയുള്ളൂ എന്ന ഹോസ്പിറ്റൽ അധികാരികളുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ സമരവുമായി എത്തിയത്. വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്നിടത്ത് തന്നെ ബില്ലടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് സൂപ്രണ്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ ഉപരോധ സമരം അവസാനിപ്പിച്ചത്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി സാജിദ് ഷാജഹാൻ, സുജിത്ത് കണ്ണൻ, ഹാഷിം സേട്ട്, ലുക്കുമാൻ, അജി കൊല്ലേത്ത, ഇർഫാൻ SS, സൽമാൻ വലിയപറമ്പിൽ, അനീസ് മങ്ങാട്, അസ്ലം, ആരിഫ്, വിഷ്ണു, ജിതിൻ, സജ്മി, സജാദ്, പാർവതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. ഒരു പേഷ്യന്റ് വന്നിട്ട് ഭയങ്കര ഷിവറിംഗും ഒക്കെ ആയിട്ട് വന്നിട്ട് ആ പേഷ്യന്റ് അവിടെ ബില്ല് അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിരിക്കും. കാരണം ബൈസ്റ്റാൻഡർ ബില്ല് അടയ്ക്കാൻ പോകുമ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവിടെ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. പൈസ അടയ്ക്കുന്ന സംവിധാനത്തിൽ ഒരു മാറ്റം വേണം. പൈസ അടയ്ക്കുന്ന സംവിധാനത്തിന് മാറ്റം വരും. മാറ്റം ഏത് രീതിയിൽ നിങ്ങൾ മാറ്റം ഉദ്ദേശിക്കുന്നത്? പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ പിന്നെ ഈ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി തന്നാൽ മാത്രമേ അതിൽ ബില്ലടയ്ക്കാതെ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ബില്ലടയ്ക്കാതെ നമുക്ക് ലാബ് ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല. സംവിധാനം ഉണ്ടാക്കാം. ഈ കളക്ഷൻ എവിടെയാണോ ആ കളക്ഷൻ അത് ഒരാഴ്ചക്കും ഞങ്ങൾ ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഒരാഴ്ചക്കോ അല്ലെങ്കിൽ HMC മീറ്റ് ചെയ്യണമെങ്കിൽ HMCയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. എത്ര CD നെറ്റ് ന്യൂസ്, കായംകുളം.